മിസ്റ്റർ സുകുമാരൻ നായരെ പറഞ്ഞോളൂ. അദ്ദേഹം നല്ല മനുഷ്യനാണ്, ശുദ്ധനാണ്, നിഷ്കളങ്കനാണ്. അതുകൊണ്ടാണല്ലോ ഈ ഐക്യത്തെ പറ്റി പറയുമ്പോൾ രണ്ടു കൈ നീട്ടി പറയുകയും എനിക്ക് എതിരായി പറഞ്ഞ വളരെ നിഷ്കരണം അങ്ങേര് വണ്ടി കയറ്റിയതിനും അതൊക്കെ എതിർത്തവരെല്ലാം നിഷ്കരണം അങ്ങേര് വിമർശിച്ചില്ലേ. ഇപ്പൊ അദ്ദേഹം മാറി പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല, മാറ്റി പറയേണ്ടി വന്നു. അതാരാണ്? NSSന്റെ സെക്രട്ടറിയാണ് പറഞ്ഞത്. മറ്റൊന്ന് മിസ്റ്റർ സുകുമാരൻ നായർ പറഞ്ഞതാണ്. NSS ബോർഡ് കൂടുമ്പോൾ ബോർഡിന്റെ തീരുമാനം പറയേണ്ടത് ആരാണ്? ബോർഡിന്റെ സെക്രട്ടറി അല്ലേ? ഞാനതിന് സ്വാഗതം ചെയ്യാന്ന്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ആണ് ആദ്യത്തത്, അദ്ദേഹത്തിന്റെ ഹൃദയശുദ്ധി. പക്ഷെ ശക്തി പോയത് ബോർഡ് കൂടിയപ്പോഴാണ്. പക്ഷെ അതിനകത്തുള്ള രാഷ്ട്രീയക്കാര് രാഷ്ട്രീയപരമായി ചിന്തിച്ചു, അത്രയേ ഉള്ളൂ. അതായത് ഐക്യനീക്കം ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് അല്ലെ? ശ്രമം തുടരും അതല്ല ശ്രമം എന്നല്ല, ഇന്നലേക്ക് നാളെ ഈ പുളിച്ചു പൂക്കും. തുഷാർ ചർച്ചയ്ക്ക് ചെല്ലുമെന്ന് സുകുമാരൻ നായരെ അറിയിച്ചിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ആ സമയത്ത് തുഷാർ മകനെ പോലെ എന്നാണ് പറഞ്ഞത്. ഡയറക്ടർ ബോർഡിൽ എതിരഭിപ്രായം വന്നതോടെയാണ് നിലപാട് മാറിയത്. പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പുരസ്കാരം സ്വീകരിക്കാതിരിക്കാൻ താൻ അത്ര മണ്ടനല്ല എന്നുമാണ് പറഞ്ഞത്. ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന പോലെയാണ് തനിക്ക് പത്മ പുരസ്കാരം കിട്ടിയപ്പോഴത്തെ വിവാദങ്ങളെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മകനെ രാഷ്ട്രീയക്കാരനായിട്ടല്ലല്ലോ കണ്ടത്, പുത്രനെ കൂട്ട് കണ്ട് അവരെപ്പോഴും ബന്ധപ്പെടുകയും പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എന്റെ മകനെ കൂട്ടാണെന്ന് പറയുകയും ചെയ്ത ആളാണ്. ഇതിന്റെ തീരുമാനം എടുത്ത ശേഷം ഞാൻ അദ്ദേഹത്തെ പിറ്റേ ദിവസം വിളിക്കുകയും ചെയ്തതാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് തുഷാർ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. വേറൊരാളെ വിടൂ എന്ന്, മുതിർന്ന ഒരാളെ വിടൂ എന്ന് പറഞ്ഞിട്ടുമില്ല അല്ലെ? ഇല്ല, വേറെ ആരും വിടും. തുഷാർ വരും, അയാൾ സ്ഥലത്തിൽ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ബോർഡും കഴിയുമല്ലോ. നിഷ്കളങ്കനായ അദ്ദേഹത്തിന് ഒരു വിഷമമില്ലായിരുന്നു. രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കൂടിയപ്പോഴാണ് വ്യാഖ്യാനിച്ചത്. ഈ പത്മഭൂഷൺ അങ്ങ് സ്വീകരിക്കുമല്ലോ അല്ലെ? അതിനകത്ത് വേറെ തീരുമാനം അത് ഗവൺമെന്റ് ഫിറ്റ് വന്ന ഒന്ന് ഇപ്പോൾ അത് തിരസ്കരിക്കണമെന്ന് പറയാൻ ഞാനത്ര മണ്ടനല്ല. എക്സ്ക്ലൂസീവ് വാർത്തയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ആദ്യ പ്രതികരണമാണ് ഈ 2 വിഷയങ്ങളിലും. ഒന്ന് SNDP NSS സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള NSSന്റെ ഒടുവിലെ നിലപാടിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. മറ്റൊന്ന് അദ്ദേഹം പത്മഭൂഷൺ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരവും. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ഈ 2 വാർത്തകളുടെയും വിശദാംശങ്ങളുമായി ഇപ്പോൾ നമുക്ക് മുൻവരുന്നത്. പ്രസാദ്, സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ സംശയമൊന്നുമില്ലാതെയാണ് ഈ സുകുമാരൻ നായർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അദ്ദേഹം നിഷ്കളങ്കനാണ്. പക്ഷേ അദ്ദേഹം ഈ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നപ്പോൾ അവിടുത്തെ രാഷ്ട്രീയക്കാരായ നേതാക്കളുടെ തീരുമാനത്തിന് വഴിപ്പെടേണ്ടി വന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഇന്നിപ്പോൾ മാതൃഭൂമിയുടെ അഭിമുഖം, സുകുമാരൻ നായരുടെ അഭിമുഖം വന്നതിന് ശേഷവും അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ പ്രതികരണമാണ് നമ്മളിപ്പോൾ നൽകുന്നത്. അദ്ദേഹം പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്, സുകുമാരൻ നായർ ആദ്യം വ്യക്തിപരമായി SNDP NSS എന്ന ഐക്യനീക്കത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്തു. പക്ഷേ അത് സുകുമാരൻ നായർ എന്ന വ്യക്തിയാണ്, അദ്ദേഹം വളരെ നിഷ്കളങ്കനാണ്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള വിമർശനവും വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായർക്കെതിരെ ഉന്നയിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത്, ഒരു ബോർഡ് കൂടി, ആ ബോർഡിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. ബോർഡിന്റെ തീരുമാനം അറിയിക്കേണ്ടത് സ്വാഭാവികമായും ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള അഭിപ്രായമാണ് ശ്രീ സുകുമാരൻ നായർ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് താൻ കൂടുതൽ പറയുന്നില്ല എന്നുള്ളതാണ്. ആ ബോർഡിൽ കൂടുന്ന സമയത്ത് അതിനകത്തുള്ള വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വന്നപ്പോൾ ആ രാഷ്ട്രീയ അഭിപ്രായമാണ് പിന്നീട് ഐക്യം വേണ്ട എന്നൊരു നിലപാടിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. SNDPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെയുള്ള അതാണ്. ആ ലക്ഷ്യത്തിലേക്ക് തന്നെ പ്രവർത്തിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ പുളിഞ്ചി പൂക്കും എന്നതുകൂടി അദ്ദേഹം പറയുന്നു. അദ്ദേഹം പ്രതീക്ഷ കൈവിടുന്നില്ല, ശ്രമങ്ങൾ ഉണ്ടാകുമെന്നത് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന്, തുഷാർ വെള്ളാപ്പള്ളിയെ ആണ് ഈ ഐക്യനീക്കത്തിന്റെ തുടർ ചർച്ചകൾക്ക് വേണ്ടി വിടാൻ തീരുമാനിച്ചത്. അത് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പറഞ്ഞതാണ്. ഇക്കാര്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ സുകുമാരൻ നായരെ താൻ വിളിച്ചറിയിച്ചു. 2 ദിവസം കഴിയുമ്പോൾ തുഷാർ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഒരു തരത്തിലുള്ള എതിർപ്പും പറഞ്ഞില്ല. തന്റെ തുഷാറിനെ മകനെ പോലെ കാണുന്നു എന്ന് തന്നെയാണ് സുകുമാരൻ നായർ പറയുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് പറയേണ്ടിയിരുന്നു. പക്ഷേ ബോർഡ് കൂടിയപ്പോൾ വന്ന അഭിപ്രായമാണ്, ഇത് രാഷ്ട്രീയമായി വന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
മറ്റൊന്ന് ഈ പത്മഭൂഷൺ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം വന്നിരുന്നു. ഇന്നിപ്പോൾ NSS ജനറൽ സെക്രട്ടറി തന്നെ മാതൃഭൂമി പത്രത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംശയം പറയുന്നുണ്ട്. പക്ഷേ അതിന് നേരിട്ട് മറുപടി പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലുള്ള ഇടപെടലും BJPയുടെ ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, താൻ ഈ പത്മഭൂഷൺ സ്വീകരിക്കുക തന്നെ ചെയ്യും, അങ്ങനെ സ്വീകരിക്കാതിരിക്കാൻ മാത്രം മണ്ടനല്ല താൻ എന്നതുകൂടി അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണമാണ്. വളരെ കൃത്യമായി തന്നെ വെള്ളാപ്പള്ളി അതിന് മറുപടി പറയുന്നുണ്ട്. മാത്രമല്ല, എടുത്തു പറയേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം സുകുമാരൻ നായരെ അങ്ങനെ നേരിട്ട് ആക്രമിക്കുന്നില്ല അല്ലെങ്കിൽ വിമർശിക്കുന്നില്ല എന്നതുകൂടി വളരെ എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ സുകുമാരൻ നായരുടെ അഭിമുഖം അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒറ്റയടിക്ക് അങ്ങനെ തള്ളിപ്പറയാവുന്ന സാഹചര്യം ഉണ്ടാവാനും സാധ്യതയില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നത് ഒരൊറ്റ പോയിന്റിലാണ്, അത് VD സതീശനിലാണ്. ആ വിഷയത്തിൽ സുകുമാരൻ നായർ പറഞ്ഞതുകൂടി ഞാൻ വായിക്കാം. ഈ സമദൂരം എന്ന നിലപാടിൽ മാറ്റമില്ലല്ലോ എന്ന് സുകുമാരൻ നായരോട് അഭിമുഖീകരണം ചോദിക്കുമ്പോൾ പറയുന്നത് ഒരു മാറ്റവുമില്ല, സമദൂരം തന്നെ. VD സതീശൻ വർഗീയത എന്ന് പറയുന്നു. അയാൾ കാണിക്കുന്നത് മുഴുവൻ വർഗീയതയല്ലേ എന്നാണ്. സതീശനല്ലാതെ വേറൊരു നേതാവ് വന്നാൽ കുഴപ്പമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആര് വേണമെങ്കിലും ആവട്ടെ, ആര് വന്നാലും ഞങ്ങൾക്കൊരു ഗുണവുമില്ല, നിയമം നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു, ന്യായമായ കാര്യം പറയും, കിട്ടിയില്ലെങ്കിൽ നിയമ വഴി തേടും എന്നത്. അതായത് ഈ അഭിപ്രായത്തിലൊന്നും ഇവർക്ക് രണ്ടുപേർക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. ആ വിഷയത്തിൽ സതീശൻ്റെ കാര്യത്തിൽ ഈ നിമിഷം പോലും അഭിപ്രായ ഐക്യം അവർ തുടരുന്നു എന്നുള്ള വിഷയം കൂടിയുണ്ട്. പക്ഷേ BJPയുടെ സാന്നിധ്യം, BJPയുടെ ഒരു ആസൂത്രിത നീക്കം ഇതിന് പിന്നിലുണ്ട്. അതിൻ്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ നീക്കമെന്നും അതിൻ്റെ ഭാഗമായി തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി അയക്കുന്നതെന്നുമുള്ള സംശയം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും പരസ്പരം തള്ളിപ്പറയുന്ന രീതിയിലല്ല, ചില അഭിപ്രായങ്ങളിൽ ഇവർക്ക് ഈ ഘട്ടത്തിലും ഐക്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ടായിരിക്കുമോ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രതികരണം ഈ നിലയ്ക്ക് മയപ്പെട്ടത്? ഹർഷൻ, അങ്ങനെ തന്നെ വേണം. കാരണം അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഇതിനകത്ത് സുകുമാരൻ നായർ എന്ന വ്യക്തി എടുത്ത തീരുമാനമല്ല, അതിനെ അങ്ങനെ കാണേണ്ടതില്ല എന്നുള്ളതാണ്. ഈ ഐക്യനീക്കം പൊളിച്ചത് അത് സുകുമാരൻ നായരല്ല എന്നതുകൂടിയാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. ബോർഡ് കൂടിയ സമയത്ത് അതിനകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ വന്നു. ആ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബോർഡിനകത്ത് അങ്ങനെ ഐക്യം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. അത് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സുകുമാരൻ നായർ അറിയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് BJPയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഈ ഐക്യനീക്കം തുടരും. SNDPയുടെ ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെ ഐക്യപ്പെടുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ തുടരും. ഒരിക്കലെങ്കിലും ഈ പുളിഞ്ചി പൂക്കും എന്നതുകൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിക്കുന്നില്ല, അത് തുടരുമെന്നതാണ് പറയുന്നത്. സുകുമാരൻ നായരെ നേരിട്ട് കടന്നാക്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഐക്യം പൊളിഞ്ഞ സമയത്ത് നമ്മൾ കണ്ടതാണ്. മുമ്പ് ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടാവുകയും അത് പരാജയപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ രണ്ടുപേരും പരസ്പരം ആരോപണങ്ങൾ കടുത്ത ഭാഷയിൽ പരാമർശങ്ങൾ നടത്തുമെല്ലാം കേരളം കണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും വെള്ളാപ്പള്ളി നടേശൻ പോയിട്ടില്ല എന്നുള്ളതാണ്. അത് സുകുമാരൻ നായർ ഒരുമിച്ചെടുത്ത തീരുമാനമല്ല. ബോർഡിനകത്തൊരു തീരുമാനം വന്നപ്പോൾ സ്വാഭാവികമായും അത് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് പറയേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിറവേറ്റിയത് എന്നത് മാത്രമാണ് പറയുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയെ ഈ ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അദ്ദേഹം BDJസിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ആ നിലയ്ക്ക് കൊണ്ടുപോയപ്പോൾ എന്ന് പറയുമ്പോൾ സുകുമാരൻ നായർ അങ്ങനെയെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പ്, അതായത് അദ്ദേഹം പ്രഖ്യാപനം നടത്തി 2 ദിവസത്തിന് ശേഷം അദ്ദേഹത്തെ സംസാരിച്ചതാണ്. ആ ഘട്ടത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് മാത്രമല്ല മകനെ പോലെ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പിന്നീടാണ് ബോർഡ് കൂടിയതിന് ശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വെള്ളാപ്പള്ളി എന്തായാലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല പത്മഭൂഷൺ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു.